سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما النسيء زيادة في الكفر يضل به الذين كفروا يحلون عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحل ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നത് ഒരു മുഅ്മിനിന് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നുവോ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി, ആര് എന്നെ ഇഷ്ടപ്പെട്ടുവോ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി നമ്മളെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിത്യവും ജീവിതത്തിൽ ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക എന്നത് നമ്മളെയൊക്കെ ബാധ്യതയാണ്, നിർബന്ധമാണ്. നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെയാ? രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. നോക്കി, എന്തിനാ നീ അങ്ങനെ എഴുന്നേൽക്കുന്നത് എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ രാവിലെ തന്നെ കണ്ണ് തുറന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാ. നോക്കി,
എനിക്ക് ജീവൻ നൽകിയ പടച്ച തമ്പുരാനെ നിനക്ക് സർവസ്തുതി എന്ന് നമ്മൾ എന്തിനാ നീ അത് പറയുന്നത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണ്ട, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്റെ കരളിന്റെ കഷ്ടമായി, എന്റെ ചങ്കിലെ ചോരയായി, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അവർ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചത് കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്ന ഒന്നാമത്തെ വാചകം റസൂല് പഠിപ്പിച്ചതുപോലെ നമ്മൾ പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഉടനീളം റസൂലിനെ സ്നേഹിച്ചു വരികയാണ്. പക്ഷെ ആ സ്നേഹത്തിൽ എവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഒരു ദിവസം ഇന്ന പ്രവൃത്തി ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപനവും നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ അങ്ങനെ ഒരു ആഘോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുന്നത്ത് എവിടെയും നമ്മൾ പഠിപ്പിച്ചത് കാണുന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൽ നിങ്ങൾക്ക് ആഘോഷമായി എന്തൊക്കെയുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തരികയും ചെയ്തു. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരികയാണ്. വരുന്ന സന്ദർഭത്തിൽ വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ, അതിൽ 2 ദിവസം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ അതിൽ കളിക്കുകയും അവർ ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹാദാലിൽ യൗമാനി, ഈ 2 ദിവസങ്ങൾ ഏതാണ്? ഫഖാലു, അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ആചരിച്ച കളിച്ച ആ സന്ദർഭത്തിൽ ആഘോഷിച്ച ആഘോഷമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയാണ്, ഇന്നല്ലാഹ ഖദ് അബദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്രി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല 2 ആഘോഷം, ബദല പകരമായി ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല 2 ആഘോഷം പറഞ്ഞു തരാം. അത് യൗമുൽ അദ്ഹയും യൗമുൽ ഫിത്റുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാമിലെ ആഘോഷം എത്രേ ഉള്ളൂ? 2 ഉള്ളൂ. ആ 2 എങ്ങനെ പോകണം? നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, ഒരു ആഘോഷ സമയത്ത് പോലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത് ഏതാണ്, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരണം, നിങ്ങൾ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ എന്ത് പറയണം. നോക്കൂ, ഒരു ആഘോഷത്തിന് പോകുന്ന സമയത്തും വരുന്ന സമയത്തും അതിൽ ചെയ്യേണ്ടതും ഒക്കെ പറഞ്ഞു തന്നു. പെരുന്നാളിന് എങ്ങനെയാ പോകേണ്ടത്, പെരുന്നാളിന് വസ്ത്രം വാങ്ങേണ്ടത് എങ്ങനെയാണ്, പെരുന്നാളിന് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെ ഒക്കെ പറഞ്ഞു തന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പെരുന്നാളിന് ദിവസം രാവിലെ നമ്മൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി തക്ബീർ ചൊല്ലിക്കൊണ്ട് ഒരു പ്രത്യേക ഇബാദത്തിന് തയ്യാറായി നമ്മൾ പോകുന്നത് പോലെ നബി ദിനത്തിന്റെ അന്നും അതേപോലെ പോകുന്ന ഒന്ന് പ്രവാചകന്റെ ചര്യയിൽ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് സുബഹി കഴിയുന്നതോടുകൂടി ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മൗലിദ് പാരായണം, ഒരു സ്വലാത്ത് അത് നിർവഹിക്കുക, അങ്ങനെ ഒന്ന് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ പലതും അവർ കൂട്ടിക്കൊയക്കുകയും പലത് അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർവ്വ പ്രവാചകന്മാർക്ക് പറഞ്ഞു കൊടുത്ത പലതിലും വെള്ളം ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ജാഹിലിയ കാലഘട്ടത്തിലും അവർ ആലോചിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്രി. ഈ നസീഹ് അതായത് വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക, മുന്നോട്ട് മാറ്റുക എന്നതിനാണ് നസീഹ് എന്ന് പറയാം. അതായത് ഇവർക്ക് യുദ്ധത്തോട് താല്പര്യമുണ്ടാകുന്ന മാസം, ആ മാസത്തെ ചിലപ്പോൾ വിലക്കപ്പെട്ട മാസം, പൂർവിക പ്രവാചകന്മാരുടെ കാലഘട്ടത്തില് ഇന്ന ശുഹൂറ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞത് 12 അത് ആ ലോകം സൃഷ്ടിച്ച അന്ന് മുതലുണ്ട്. അത് ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ 4 മാസം പവിത്രമാണ്. അപ്പൊ ഇവര് വിചാരിച്ചു, ഈ പവിത്രമാക്കപ്പെട്ട മാസം നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു സമയം, അപ്പൊ ഈ പവിത്രമായ മാസത്തിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ബാക്കോട്ടാക്കാം, വേറെ മാസമാക്കാം. അങ്ങനെ മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമിന് വകുപ്പുണ്ടോ? ഇല്ല.
അള്ളാന്റെ റസൂൽ 2 ആഘോഷം പറഞ്ഞു. അപ്പൊ നമുക്കൊരു ആഘോഷം കൂടി ചേർക്കാൻ പറ്റില്ല. ഇത് ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു കളഞ്ഞു. അങ്ങനെ ഒരു മാറ്റമില്ല. ആ സിയാദത്തും ഫിൽ കുഫർ, അത് സത്യനിഷേധത്തിന്റെ വർധനവ. അത് അള്ളാഹ് നിശ്ചയിച്ചതിന് ബദൽ നമ്മൾ ഉണ്ടാക്കുക. പടച്ചോനെ ഇതിപ്പോ ഈ സന്ദർഭത്തിക്ക് പറ്റായില്ല. അത് ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആവണ്ടേ എന്ന് നമ്മുടെ ബുദ്ധിയിൽ തോന്നിയിട്ട് നമുക്ക് എന്തെങ്കിലും നിശ്ചയിക്കാൻ പറ്റോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ് സിയാദത്തുൻ ഫിൽ കുഫർ, അത് കുഫ്രിയത്തിന്റെ വർധനവാണ്. യുദില്ലു ബിഹില്ലദീന കഫറു യുഹില്ലൂനഹു ആമൻ, അതായത് അത് മുഖേന സത്യനിഷേധികളായ ആളുകൾ തെറ്റിലേക്ക് നയിക്കപ്പെടുകയാണ്. അവരെന്താ ചെയ്യുന്നത്? ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുന്നു, മറ്റൊരു കൊല്ലമോ വയുഹരിമൂനഹു ആമൻ, മറ്റൊരു കൊല്ലം അവർ ഹറാമാക്കുന്നു. എന്തിനു വേണ്ടിയാ? ലിയുവാതിഉ ഇദ്ദത മാ ഹറമല്ലാഹ്, അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളോട് യോജിച്ചു വരാൻ വേണ്ടി. അല്ലാഹു പവിത്രമാക്കിയതിനെ ഹലാലാക്കാൻ വേണ്ടി, ചിലപ്പോ ഹറാമാക്കാൻ, ചിലപ്പോ ഹലാലാക്കാൻ ഒക്കെ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ്. എന്നാൽ അല്ലാഹു പറയാണ് അവരുടെ ഈ തെറ്റായ പ്രവർത്തനം അവർക്ക് ഇബ്ലീസ് എന്ത് ചെയ്യാണ്? അവർക്ക് ഭംഗിയുള്ളതാക്കി കൊടുക്കുകയാണ്. എന്താ അല്ലാഹു പറയാണ്? വല്ലാഹു ലാ യഗ്ദിൽ ഖൗമൽ കാഫിരീൻ, ഇങ്ങനെ അവിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു വകുപ്പില്ല. ഇസ്ലാമിൽ ഇന്ന സംഗതി ഉണ്ടാക്കുക നല്ലതല്ലേ, അത് സ്വലാത്തല്ലേ, അത് ഫാത്തിഹ അല്ലേ, അത് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടോ? ഇല്ല. എന്നാ പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മുടെ നാട്ടിൽ അതുണ്ടല്ലോ. അതിന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന സംഗതികൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയുന്നത്? ആ പറയുന്ന സംഗതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഇനി അതല്ല, നമ്മൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറയാത്ത ഒരു സംഗതി നമ്മൾ ചെയ്താലോ അത് ബിദ്അത്തായില്ലേ? റസൂല് കാണിക്കാത്ത ഒന്ന് നമ്മൾ ചെയ്യുമ്പോ റസൂൽ തന്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ പറയുന്ന ന്യായം എന്താ? ഒന്ന് അവർ പറയാറുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ തിങ്കളാഴ്ച നോമ്പ് നോക്കണം. അപ്പോ സഹാബത്ത് ചോദിച്ചു, എന്തിനാ? പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോക്കണം. ശരിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ തിങ്കൾ വ്യാഴം പ്രവാചകന്റെ സുന്നത്തിലുള്ളതാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മാത്രമാണ് നോമ്പ് നോക്കേണ്ടത്? അല്ല, ജീവിതത്തിലുടനീളം തിങ്കളാഴ്ച നോമ്പ് നോക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദിവസം നമുക്ക് കൃത്യം. എന്നാൽ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ആ ഡേറ്റ് പ്രവാചകൻ ജനിച്ച സമയത്ത് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാൾ ചെറുപ്പത്തിലേ ജനിക്കുമ്പോൾ തന്നെ അയാൾ പ്രഗത്ഭനാണ് എന്ന് ഒരു പക്ഷേ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ആ ഡേറ്റ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞ പ്രവാചകൻ ജനിച്ച ആ ഡേറ്റ് സത്യത്തില് ചരിത്രകാരന്മാർക്കിടയിൽ, മുഹദ്ദിസീങ്ങൾക്കിടയിൽ ഇന്നും അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പലപ്പോഴും പ്രവാചകന്റെ ജനന തീയതിയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം. പക്ഷെ ദിവസം എല്ലാവർക്കും അറിയാം, തിങ്കളാഴ്ചയാണെന്ന് അറിയാം. അപ്പോ ആ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് റെഡിയാണ്. പക്ഷെ ഡേറ്റ് ഏതാ എന്ന് ഇപ്പോഴും കൃത്യമല്ല. അപ്പോ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് അത് കൃത്യമായി പറയുമായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു റബീഉൽ അവ്വൽ 12 ഞാൻ ജനിച്ചത് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. മറിച്ച് തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്, നോമ്പ് നോൽക്കാം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച തിങ്കളാഴ്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മുസ്ലിം മുഅ്മിനീങ്ങൾ നോമ്പ് നോൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, റബീഉൽ അവ്വൽ 12 കൃത്യമായ ഒരു ഡേറ്റ് ഉണ്ട്. ഏതാണ്? പ്രവാചകൻ മരിച്ചത്. കാരണം എന്താ? ഒരാള് പ്രസിദ്ധനായി, ഒരാൾ നാട്ടിൽ അറിയപ്പെട്ട്, സ്വാഭാവികമാണ് അദ്ദേഹം മരിച്ച ഡേറ്റ് എല്ലാവരും അറിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടിയതിനു ശേഷം ലോകത്ത് ആദരിക്കപ്പെടുന്ന എല്ലാവരാൾക്കും ഒരു ഇമാമായി നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നതുകൊണ്ട് തന്നെ ആ മരിച്ച ഡേറ്റ് കൃത്യമാണ്. റബീഉൽ അവ്വൽ 12 മരിച്ച ഡേറ്റ്.
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാവും ഫുഖഹാക്കളുടെ ചരിത്രകാരന്മാരുടെ ഒക്കെ ഇജ്മാ ഉള്ള ഒരു വിഷയം റബീഉൽ അവ്വൽ 12 പ്രവാചകൻ മരിച്ച ഡേറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിക്കുകയാണോ വേണ്ടത്? അതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോടടുക്കുന്ന സന്ദർഭത്തില് പ്രവാചകന്റെ സഹാബത്തില് എത്ര പേരാണ് പ്രവാചകനോട് ചോദിച്ചത്, പ്രവാചകരെ അങ്ങെന്താണ് ഒരു വിടവാങ്ങുന്ന രൂപത്തിലുള്ള സംസാരം? ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്ത് ചോദിച്ചു, അല്ല പ്രവാചകരെ, നിങ്ങൾ എന്താ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന രൂപത്തിലുള്ള സംസാരമാണല്ലോ. പ്രവാചകന്റെ വീട്ടിലെത്തിയപ്പോഴും പ്രവാചകൻ അവസാന ദിനരാത്രങ്ങളിൽ കൂടെയുള്ള സഹാബത്തിനോട് കുടുംബത്തോട് പെരുമാറുന്നത് പലർക്കും അത്ഭുതത്തോടെ മാത്രമല്ല പലരും പല നിലക്കും പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പോകാണ് റബ്ബേ. അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ഒരു മദീനയെ സംബന്ധിച്ച് അവർക്ക് ഓർക്കാൻ പോലും പറ്റില്ലായിരുന്നു. യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 12 റസൂൽ വിടവാങ്ങിയ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ദുഃഖമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ന്യായം തിങ്കളാഴ്ച നോമ്പ് നോൽക്കുക എന്ന് പറയുന്ന അതെടുത്തുകൊണ്ട് ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ എടുത്തോളി, എല്ലാ തിങ്കളാഴ്ച നോമ്പെടുത്തോളി, നോമ്പെടുക്കാൻ തയ്യാറാകുകയാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്. മറ്റൊരു തെളിവായി ആളുകൾ പറയാറുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും ഉണ്ട്. സൂറത്ത് യൂനുസിലെ 58ാമത്തെ ആയത്ത് പറയും, ഖുൽ പറയൂ, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും വബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ടും ഫബിദാലിക അതുകൊണ്ട് ഫൽയഫറഹു നിങ്ങൾ സന്തോഷിച്ചോളൂ, ഹുവ അത് ഖൈറു മിമ്മാ യജ്മഊൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനേക്കാളൊക്കെ ഉത്തമമായത് അതാണ് എന്ന്. അപ്പൊ ആ ഒരു ആയത്താണ് നമുക്ക് കേൾക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമാണ് അതിന്റെ ഉത്തരം. ആ ആയത്തിന്റെ മുമ്പുള്ള ആയത്തിലേക്ക് അതിന്റെ ലമീർ മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ ആയത്തിന് ഒരു പൂർണ്ണത കിട്ടാത്തത്. നോക്കൂ, അതിന്റെ മുമ്പത്തെ ആയത്ത് എന്താ? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിലെ 57, 58 നിങ്ങൾ പോയിന്ന് വിശുദ്ധ ഖുർആന്റെ ആ ആയത്ത് എടുത്ത് പരിശോധിച്ച് നോക്കി. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും നിങ്ങൾക്ക് ഇതാ ഒരു ഉപദേശം വന്നിരിക്കുന്നു, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന്, വശിഫാഉൻ ഒരു ശമനവും വന്നിരിക്കുന്നു, ലിമാ ഫിസ്സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാക്കുന്ന ശിഫയുണ്ടാക്കുന്ന ഒരു ഉപദേശം നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, വഹുദൻ അതുപോലെ സന്മാർഗമാകുന്ന ഉപദേശം വന്നിരിക്കുന്നു, വറഹ്മത്തുൻ കാരുണ്യമാകുന്ന ലിൽ മുഅ്മിനീൻ വിശ്വാസികളായ ആളുകൾക്ക്. അല്ലാഹു വളരെ കൃത്യമായി പറയാണ്, ദാ നിങ്ങൾക്ക് ഒരു ഉപദേശം നിങ്ങളുടെ റബ്ബിൽ നിന്ന് വരികയാണ്. അതെന്തൊക്കെ പറ്റും? അത് ശിഫ ആണ്, നിങ്ങളുടെ മനസ്സിലെ രോഗങ്ങൾക്ക് ശിഫയാണ്, നിങ്ങൾക്ക് ഹുദയാണ്, നിങ്ങൾക്ക് റഹ്മത്താണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഏതാണ്? എന്നിട്ട് പറയാണ്, ആ വന്നത് കൊണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് ആ ഉപദേശം നിങ്ങൾക്ക് എത്തിയത്, ആ ഹുദ നിങ്ങൾക്ക് എത്തിയത്, ആ റഹ്മത്ത് നിങ്ങൾക്ക് എത്തിയത്. ഫബിദാലിക അതുകൊണ്ട് ഫൽയഫറഹു നിങ്ങൾ സന്തോഷിച്ചോളൂ, ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഒക്കെ ഉത്തമം അതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ തന്റെ സഹാബത്തിനെ അറിയിച്ചു. അപ്പൊ അത് കേട്ട സഹാബത്ത് ഈ കാരുണ്യം, അതിന് റഹ്മത്ത്, ആ കാരുണ്യം എന്താണ് എന്ന് സഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അത് ഇസ്ലാമാണ്, വിശ്വാസമാണ്, ഖുർആനാണ്. ഭൂരിപക്ഷം മുഫസ്സിറുകൾ പറയാണ് ആ വന്നിരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. നബിയിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ള സഹാബത്ത് ഈ ആയത്ത് അവർ കേട്ടപ്പോ അടുത്ത കൊല്ലം നമ്മൾ ജന്മദിനം ആഘോഷിക്കല്ലേ, കാരണം ഖുർആന്റെ ആയത്ത് ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ ഒരു ആഘോഷത്തിന് മുതിർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയും നമ്മൾ കാണില്ല. ആ പ്രവാചകനെ ഇറങ്ങിയ ആയത്ത് പ്രവാചകൻ അങ്ങനെ മനസ്സിലായില്ല, പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തിനും അത് മനസ്സിലായില്ല.
അത് ഖുർആനാണ്. ആ ഒരു ആഘോഷിച്ചു. എങ്ങനെ? ഖുർആൻ റമദാനും നോമ്പ് നോറ്റും ഖുർആൻ പാരായണം ചെയ്തും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പഠനം നടത്തി അവസാന 10 ദിവസം പള്ളിയിൽ ഇരുന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും റബ്ബിനെ കുറിച്ചുള്ള ചർച്ചയുമായി അവർ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അതിനെ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമതായി പറയാറുള്ളത് നബിയും സഹാബത്തും ഒക്കെ മൗലിദ് ഓതിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അതിന് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മൗലിദ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുള്ളത് മദ്ഹാണ്. മദ്ഹ് ചൊല്ലിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കഅബ് ഇബ്നു സുഹൈറിന്റെ 2 മക്കൾ. ആദ്യത്തെ ബുജൈർ നമുക്കറിയാം, ആദ്യ മുസ്ലിമായി. കഅബ് അന്ന് രണ്ടാളും ഒരുമിച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷെ കഅബ് പോയതാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ കഅബ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞത് ആ നാട്ടിലെ ഏറ്റവും വലിയ കവിയാണ്. ആ കവിയുടെ 2 മക്കൾ കവികളാണ്. ഈ 2 മക്കളിലെ ഒരു മകൻ ആദ്യ മുസ്ലിമായി, രണ്ടാമത് മുസ്ലിമായ കഅബ് ഇബ്നു സുഹൈർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനം മുസ്ലിമാകുന്നുണ്ട്. ആ മുസ്ലിമാകുന്ന സന്ദർഭത്തിൽ കഅബ് റളിയല്ലാഹു അൻഹു പാടിയ ഒരു പാട്ടുണ്ട്, ബാനത്തു സുആദ. അറിയപ്പെട്ട അറബി സാഹിത്യത്തിലെ ഏറ്റവും നല്ല ഒരു സാഹിത്യ സൃഷ്ടിയാണ്. അതില് ആദ്യം അദ്ദേഹം ശൃംഗാരമാണ്, സ്ത്രീകളെ സംബന്ധിച്ചുള്ള വർണ്ണനയാണ്. പിന്നെ ഒട്ടകത്തെ സംബന്ധിച്ചാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വരികളാണ്. പിന്നീട് മദ്ഹുർ റസൂലാണ്. പിന്നീട് മദ്ഹുർ സഹാബയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട് ആസ്വദിച്ച് പ്രവാചകൻ സല്ലല്ലാഹു തന്റെ പുതപ്പ് അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, ജന്മദിനവുമായി എങ്ങനെയാണ് അത് ബന്ധപ്പെടുക? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. മദ്ഹ് പറയാം, പ്രവാചകൻ തന്നെ പറഞ്ഞു മദ്ഹ് ഓവർ ആകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലേ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മർയമ ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ മറിയമിന്റെ മകൻ ഈസയെ നിങ്ങൾ അവര് പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. അള്ളാഹുവിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ മകനാക്കി, ഒരു വേള അള്ളാഹു തന്നെയാക്കി തൃത്വത്തിലെ ഒരുവനാക്കി മാറ്റിയതുപോലെ നിങ്ങൾ എന്നെ ഓവറാക്കി ചിത്രീകരിക്കരുത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ റസൂൽ എന്നൊക്കെ പറഞ്ഞോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നബിദിനത്തിന്റെ അന്ന് പാടുന്ന പാട്ടെന്താ? ഒരു മങ്കൂസ് മൗലിദ് പാടാറുണ്ട്. ആ മങ്കൂസ് മൗലിദിന്റെ തുടക്കം എന്താ? സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറൻ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുക. ആ തുടക്കം തന്നെ ആലോചിക്കും. റബീഉൽ അവ്വൽ മാസത്തിൽ നേർമാർഗത്തിന്റെ പ്രവാചക ചന്ദ്രൻ ഉദിക്കുകയും ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നബിയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും അതിനെ സമ്മാഹു മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധനായ ആ നബിയെ പരിശുദ്ധപ്പെടുത്തിയിട്ട് നബിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നബിയോട് തേടുകയാണ്. നോക്കി, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. ഇതിൽ ആ പറഞ്ഞതിൽ തന്നെ ഖബല ഖൽഖിൽ ആലം, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് വഔജദ നൂറഹു, അദ്ദേഹത്തിന്റെ പ്രകാശത്തെയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിനെതിരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പേനയാണ്. ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞു ഉക്തുബ്, എഴുതാൻ. ഫഖാല റബ്ബി വമാദാ അക്തുബ്, ഞാൻ എന്തെഴുതും? ഖാല ഉക്തുബ് മഖാദിറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമുസ് സാഅ, അന്ത്യനാൾ വരെയുള്ള എല്ലാത്തിന്റെയും വിധികൾ എഴുതി വെക്ക് എന്ന് പേനയെ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ ആദ്യമായി സൃഷ്ടിച്ചത് പ്രവാചകന്റെ ഒളിയാണ്, നൂറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കെതിരായ ഭാഗമാണ് അത് തുടങ്ങണേ. എന്നിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടോ പിന്നീട് കുറച്ചും കൂടി വന്നാൽ എന്താ പ്രാർത്ഥന? യാ സയ്യിദി സാദാതു ജിതുക ഖാസിദാ അർജൂക ഹിമാക ഫലാ തുഖയ്യബ് മഖ്സിദാ قد حل بما قد علم الأذى والظلم والضعف الشديد فأصعدي
നോക്കി അതിൽ പറയാ നേതാക്കന്മാരിൽ വെച്ച് നേതാക്കന്മാരുടെ നേതാവായ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതാ ഈ അടിമ വന്നിരിക്കുന്നു. അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ ലക്ഷ്യം. എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളാ ഞാൻ. ആ ലക്ഷ്യത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങാണുള്ളത്. അങ്ങനെ എന്നെ നിരാശപ്പെടുത്തരുത്. ഉപദ്രവവും അക്രമവും ശക്തമായി നിൽക്കുന്ന ഓരോ തരത്തിലുള്ള ബലഹീനതകളും എനിക്കുണ്ട്. പ്രതിസന്ധികൾ ബാധിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് തേടുന്ന, പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള വരികളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ വന്നത്. അപ്പോ ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സംരക്ഷണം ലഭിക്കേണ്ടത്, അവന് കാവല് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം കൊടുത്ത, അള്ളാഹുവിന്റെ റസൂലിന് കാവല് കൊടുത്ത അള്ളാഹുവിനോടാണ് ഓരോ വിശ്വാസിയും തേടേണ്ടത്. ആ തേടുന്നതിന് വിരുദ്ധമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുവേള ശിർക്കിലേക്ക് വരെ എത്തും. അത്ര വലിയ ഗൗരവമായ ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു ചെയ്യുന്ന ഇബാദത്ത് ബിദ്അത്തും ആ ബിദ്അത്തിൽ ശിർക്ക് കൂടി കലരുമ്പോ നമ്മുടെ കൂടെയുള്ള സഹോദരൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യല്ലേ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഒക്കെ ഒരു ചര്യയാക്കി മാറ്റാൻ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പ്രവാചകന്റെ സുന്നത്ത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങി ജീവിതത്തിൽ ഓരോ സമയവും ചെയ്ത് അവസാനം കിടന്നുറങ്ങുന്നത് റസൂൽ പറഞ്ഞതുപോലെ ചെരിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്നും നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളായി മാറും. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ നാട് ഏറ്റവും നല്ല ശാന്തമായ സുന്ദരമായ ഒരു നാടാണ്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത ധാരാളം വിദ്യാസമ്പന്നരായ ആളുകളുള്ള നാടാണ്. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നാടിന് പുരോഗതി ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമായ വാർത്തകളല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ കഴിവുള്ളവരായി അവരുടെ കഴിവിനെ, സ്കില്ലിനെയും അതുപോലെ തന്നെ അവരുടെ ഐക്യുവിനെയും ഒക്കെ ബന്ധപ്പെടുത്തി നടത്തുന്ന എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകൾ, അതിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടി ഏറ്റവും കഴിവുള്ള കുട്ടിയാണ്. അങ്ങനെ ആ കഴിവുള്ള കുട്ടി നമ്മുടെ നേതൃത്വത്തിലേക്കും അത് അല്ലെങ്കിൽ അതിൻ്റെതായ സ്ഥലങ്ങളിലേക്കും എത്തുമ്പോൾ അതിന്റെ ഉപകാരം ആർക്കാണ്? അതിന് ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്കാണ്. പക്ഷെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ആളുകളുമൊക്കെ ഇത്തരം എൻട്രൻസ് എക്സാമുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അതുവഴി ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ ഡൽഹിയിലും എല്ലാ സ്ഥലത്തും പ്രക്ഷോഭത്തിലാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ആ ഒരു നീതി നിഷേധം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനീതി കാണുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ പ്രതികരിക്കും. നീതി ഉണ്ടാവാൻ വേണ്ടി. എന്തിനാ? ഈ നീതിയോടുകൂടി ഒരു രാജ്യത്ത് ആളുകൾ ജീവിക്കുമ്പോഴേ അരാജകത്തല്ലായിരിക്കും, അല്ലെങ്കിൽ അരാജകത്വമായി മാറും. ആകെ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. നീതി കിട്ടണം. പഠിക്കുന്ന നല്ല മെറിറ്റുള്ള കുട്ടിക്ക് അതിന്റെ സ്ഥാനം കിട്ടണം. അല്ലാതെ അത് ചോർത്തിക്കൊടുത്ത് കഴിവില്ലാത്ത ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ എന്താ? ചില ആളുകൾ ചോദിക്കുക, എന്താ പ്രശ്നം? കഴിവില്ലാത്ത ഒരുത്തൻ എത്തിക്കഴിഞ്ഞാൽ ഈ ചോദിക്കുന്ന ആൾ കുടുങ്ങും. നാളെ ഒരു ഡോക്ടറായി വരുന്ന ഒരാൾ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ, അവന് ഈ ചുളിവിലൂടെ വന്നതാണെങ്കിൽ അവൻ എന്താ ചെയ്യുക? ആ കിട്ടിയ രോഗിയെ ചിലപ്പോൾ എന്ത് ചെയ്യും? അപകടത്തിൽപ്പെട്ടു. അതുപോലെ എഞ്ചിനീയർ ആയാലും, അതുപോലെ ഏത് മേഖലയിലായാലും
കഴിവില്ലാത്ത ആളുകൾ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ദുരന്തം ആ നാട്ടിലുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി എന്ന നിലയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം എന്ന നിലക്കാണ് ആ സമരങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്. അത് ഒരിക്കലും രാജ്യവിരുദ്ധമാകരുത്, രാജ്യത്തിനെതിരാകരുത്, നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും മതേതര മൂല്യങ്ങളെ തകർത്തുകൊണ്ടാകരുത്. നമ്മുടെ ഈ സമരം പോലും നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതലിനെ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ സമാധാനത്തോടു കൂടി നമ്മുടെ നാട്ടിൽ അറിവിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ആ മേഖല ശക്തമായി വരണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കണം. കാരണം അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവൂല. അതുകൊണ്ട് അറിവുള്ളവർ ഉണ്ടാവണം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളെ ഒക്കെ ആ നിലക്ക് അറിവുള്ളവരാക്കി വളർത്തണം. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സഹോദരിമാരുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. മക്കളെ കൊണ്ട്, കുടുംബക്കാരെ കൊണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാം അറിയുന്നവൻ നീയാണ്, എല്ലാം മാറ്റാൻ കഴിവുള്ളവൻ നീയാണ്. അല്ലാഹുവേ മാനസികമായ പ്രയാസങ്ങൾ അകപ്പെട്ട സഹോദരങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ ജോലിയിൽ, അവിടെ കച്ചവടത്തിൽ, അവിടെ കുടുംബത്തിൽ എല്ലാത്തിലും നീ ബർക്കത്തിന് റഹ്മത്തിന് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളും അല്ലാഹുവേ വ്യത്യസ്തങ്ങളായ തൊഴിൽ ജോലികളിൽ ബിസിനസ്സിൽ ഒക്കെ ഏർപ്പെട്ട ആളുകളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ തൊഴിലിൽ, ബിസിനസ്സിൽ, കച്ചവടത്തിൽ എല്ലാത്തിലും ബർക്കത്തിന് റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ എല്ലാം ഞങ്ങൾക്ക് കൺകുളിർമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ബോധപൂർവ്വം ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും പ്രായം ചെന്ന് ഒരുപാട് അവശതകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സിനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.